Hi to all, Assalamu alaikum. Welcome back to my channel. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും വിഷ് യു എ ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. നാളെ കഴിഞ്ഞാൽ ഇപ്പം ക്രിസ്മസ് ആണല്ലോ. അപ്പം നമ്മളിപ്പോൾ ആഘോഷങ്ങളൊക്കെ വീട്ടിൽ വെച്ച് ചുരുക്കിയിട്ട് ആഘോഷിക്കാനൊക്കെ പഠിച്ചു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ക്രിസ്മസും അങ്ങനെ തന്നെ, അത് കഴിഞ്ഞാലെങ്കിലും നല്ലത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ഇന്ന് ചെറിയൊരു വ്ളോഗാണ്, ഒരു ഡിന്നർ വ്ളോഗാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഡിന്നർ വ്ളോഗിൽ തന്നെ 1-2 റെസിപ്പീസ് ഓൾറെഡി കാണിച്ചതാണ്, ഒരു 3-4 തവണയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ പിന്നെ ഒരു സ്പെഷ്യൽ റെസിപ്പിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നല്ല അടിച്ച് പൊളിച്ച് ഈ ഒരു റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. കാന്താരി വെച്ചുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ചിക്കൻ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ കാന്താരി ചിക്കൻ ഫ്രൈ ആണ് ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി. അപ്പോൾ ഇന്നത്തെ ഡിന്നറിന് പൊറോട്ടയും റോസ്റ്റഡ് ചിക്കൻ ഗ്രേവിയുമാണ്, അതിൻ്റെ കൂടെയാണ് ഈ കാന്താരി ചിക്കൻ ഫ്രൈ ഉള്ളത്. അപ്പോൾ വൈകുന്നേരം പിന്നെ ചായയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഡിന്നറിൻ്റെ ബാക്കി പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയത്. പൊറോട്ടയ്ക്ക് ഒരു 3-4 മണിക്കൂർ മുമ്പ് എന്തായാലും കുഴച്ച് വെക്കണമല്ലോ. അപ്പം പിന്നെ ചോറ് കഴിഞ്ഞപ്പം തന്നെ അതവിടെ കുഴച്ച് വെച്ചു. അപ്പോൾ ഇതിപ്പം ചിക്കൻ ഞാൻ എടുത്തത് കാന്താരി ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കഴുകി നല്ല വെള്ളമൊക്കെ വാർത്തെടുക്കണം. കഴുകിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ഒരു കീ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ കാന്താരി ചിക്കൻ എന്ന് പറയുമ്പം കാന്താരിയാണ് ഇതിൻ്റെ ആ ഒരു സ്പൈസ് ഇൻഗ്രീഡിയൻറ്റ്. എരിവ് കൊടുക്കുന്നത് കാന്താരിയാണ്. വേറെ എരിവിനായിട്ട് പച്ചമുളകോ അല്ലെങ്കിൽ മുളക് പൊടിയോ ഞാൻ ചേർക്കുന്നില്ല. വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാന്താരി ഞാനിപ്പോൾ ഒരു എരിവ് നോക്കിയിട്ട് എത്രയാണോ നമ്മൾ ചിക്കൻ എടുക്കുന്നത് അതിൻ്റെതിന് എരിവ് എത്രയാണ് വേണ്ടതെന്ന് കണക്കാക്കിയിട്ട് ഒരു 10-25ഓളം ഞാൻ എടുത്തിന്. അതിൻ്റെ കൂടെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് പുതിനയും മല്ലിയും, പിന്നെ കുറച്ച് കറിവേപ്പിലയും, ഇതൊക്കെ മിക്സിയിലൊന്ന് എന്താ പറയുക നല്ലൊരു പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഈ പുതിനയും മല്ലിയും നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടാനും പിന്നെ ഒരു പച്ച കളറാണല്ലോ അത് കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിപ്പം മിക്സീൻ്റെ ജാറിലേക്ക് പുതിന, അതുപോലെ മല്ലി, കരിയാപ്പില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ ഈ കാന്താരിയും കൂടെ ഇട്ടിട്ട് നല്ലൊരു പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പം അരച്ചെടുത്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർത്തിട്ടാണ് അരക്കുന്നത്. അപ്പോൾ തൈര് അധികം പുളി ഇല്ലാത്ത വയനാടൻ തൈരാണ് എനിക്ക് ഇവിടെ കിട്ടിയത്, പുളി ഇല്ലാത്ത തൈര. അപ്പോൾ തൈര് ഒരു 3-4 ടീസ്പൂണൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കണം. ഇനിയിപ്പോൾ ഇത് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കണം. ഒരു കുറഞ്ഞത് എന്തായാലും 1 മണിക്കൂറെങ്കിലും വെക്കുക, ആ ഒരു മസാലയൊക്കെ പിടിക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായി മിക്സാക്കി വെക്കണം. പിന്നെ കുറച്ചും കൂടെ ആ ഒരു ടേസ്റ്റും സ്പൈസി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിൽ ചേർക്കുന്നില്ല, കാരണം അത്യാവശ്യത്തിന് എരിവുണ്ട്, ഈ ഒരു കാന്താരീൻ്റെ എരിവ് തന്നെ ഉണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ കാന്താരീൻ്റെ കുറച്ചും കൂടെ സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ കാന്താരീൻ്റെ അളവ് കൂട്ടി കൊടുക്കുക. അതല്ല കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പം ഞാനിപ്പോൾ കുരുമുളക് പൊടിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല, കാന്താരീൻ്റെ എരിവ് തന്നെ ഉണ്ട്. ഇനി ഈ ഒരു മസാല മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ ഞാനിപ്പം നന്നായി കഴുകിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ചിക്കൻ്റെ കൂടെ കരളും എടുക്കുന്നുണ്ട് കേട്ടോ. കരൾ പൊരിക്കുമ്പോൾ അല്ല ടേസ്റ്റ് ഉണ്ടാവാൻ, കറിയായിട്ട് വെക്കുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റിന് മാറ്റം വരും. അപ്പം പൊരിക്കുന്നതിൽ ഞാൻ കരളും ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ഗ്ലാസോളം വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഇത് വേവിച്ചെടുക്കണം. ചിക്കൻ വേവിച്ചിട്ടാണ് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു കാന്താരി മസാലയിൽ മിക്സാക്കിയിട്ട് വെക്കുന്നത്. ഇങ്ങനെ വേവിക്കാണ്ടും നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പം ഞാനിത് വേവിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പം ഇതും ഇനി വേവിക്കാനായിട്ട് വെക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 90% എങ്കിലും കുക്കാവുക, ബാക്കിയുള്ളത് പൊരിച്ചാൽ മതിയല്ലോ. അപ്പോൾ പൊരിക്കാനുള്ളത് ഞാൻ വേറെ തന്നെ ഒരു പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാത്രത്തിലുള്ള സെയിം വെള്ളം ഉണ്ടല്ലോ, അതിലേക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി അതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഗ്രേവിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നേരത്തെ ഞാൻ ചിക്കൻ വേവിക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിനല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി.
പിന്നെ എന്താ പറയുക, ഒരു 2-2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സാക്കിയിട്ട് ഇനി ഇത് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ ചിക്കൻ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേവിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, അടുത്ത അടുപ്പിൽ നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള മസാലകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാൻ. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ പണി തീരും, ഈസി ആയിട്ട് പണി തീരും. അതാണ് മെയിനായിട്ടുള്ളൊരു റീസൺ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അടുത്ത അടുപ്പിൽ ഞാനിപ്പം കുറച്ച് ഉള്ളി, കുറച്ച് കാഷ്യൂനട്ട്, പിന്നെ അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ അതിൻ്റെ കൂടെ ഒരു തക്കാളിയൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും അരിയുന്നതിന് വലിയ സൈസും കാര്യങ്ങളൊന്നും നോക്കണ്ട, കാരണം ഇത് ഞാനിപ്പം നന്നായി വഴന്ന് വന്നു കഴിഞ്ഞാൽ ഒരു പേസ്റ്റ് ആക്കിയിട്ടാണ് ഗ്രേവി ആക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് സോട്ടായി വരണം. അതായത് നമ്മുടെ തക്കാളിയും ഉള്ളിയും ഒന്ന് സോഫ്റ്റ് ആവണം, തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരണമെന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവും. അപ്പോൾ അതിനിടയ്ക്ക് കണ്ടോ നമ്മുടെ ചിക്കൻ ഏകദേശം വെന്ത് വരുന്നുണ്ട്, തിളച്ച് തുടങ്ങി. പിന്നെ ഞാനിതിൽ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, നേരത്തെ ഉള്ള ആ ഒരു ചിക്കൻ്റെ വെള്ളം തന്നെയാണ്. പക്ഷേ ഈ ചിക്കനിലും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇനി ഇത് തന്നെ മതിയാവും നമുക്ക് ഗ്രേവിക്ക്. അപ്പോൾ അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പം നമ്മൾ നേരത്തെ കാന്താരി ചിക്കന് വേണ്ടിയിട്ട് ഒരു മസാലയൊക്കെ റെഡിയാക്കിയിട്ടില്ലേ, അപ്പോൾ ചിക്കൻ കുറച്ച് ചൂടുള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ അങ്ങ് മിക്സാക്കാഞ്ഞത്. കുറച്ച് ചൂടൊക്കെ മാറിയതിന് ശേഷം നമ്മുടെ ഈ കാന്താരി പേസ്റ്റിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നന്നായി മിക്സാക്കി എടുക്കണം. പിന്നെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഓൾറെഡി കാന്താരീൻ്റെ തന്നെ നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ വേറെ എരിവൊന്നും ചേർക്കുന്നില്ല. പിന്നെ ആ പേര് പോലെ ഒരു കാന്താരീൻ്റെത് മാത്രം ആയിക്കോട്ടെ എരിവ്, അത് വിചാരിച്ച് വേറൊന്നും ചേർത്തിട്ടില്ല. ഇനി അത് കുറച്ച് സമയം ഒന്ന് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ലാസ്റ്റ് പൊരിച്ചെടുക്കാം. നമ്മുടെ കറിയും പൊറോട്ടയും ഒക്കെ ആയതിനു ശേഷം പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി കണ്ടോ, അതിനിടയ്ക്ക് തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പേരിന് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. എല്ലാം ഞാനൊരു 1/4 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ, കാരണം ഓൾറെഡി നമ്മൾ ചിക്കൻ വേവിക്കുന്നതിൽ മസാലപ്പൊടികളൊക്കെ ചേർത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ കുറേയൊന്നും ചേർക്കുന്നില്ല. ഒരു 1/4 ടീസ്പൂൺ വെച്ചിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സാക്കി ആ ഒരു മണമൊക്കെ മാറിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലൊരു പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. അരക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട, തക്കാളിയിൽ നിന്നും ഉള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങുന്ന വെള്ളം തന്നെ മതിയാവും നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ. പിന്നെ ഇത് വലിയ ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടൊന്നും ഞാൻ അരച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തു, അത്രയേ ഉള്ളൂ. ഇനിയിപ്പം ഈ സെയിം പാനിൽ തന്നെ നമുക്കൊരു ഗ്രേവി ഉണ്ടാക്കാം. അപ്പം ഞാനിപ്പം കുറച്ച് ഗീയും, അതായത് ഒരു 2-3 ടേബിൾ സ്പൂണോളം ഗീയും ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ക്യൂമിൻ സീഡ് ചേർത്ത് കൊടുക്കാം. ഈ ജീരകം നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ഓൾറെഡി എണ്ണയിൽ ഇത് സോട്ട് ചെയ്തതാണ്, ഉള്ളിയും തക്കാളിയും ഒക്കെ. പക്ഷേ എന്നാലും ഈ ഒരു പേസ്റ്റ് നെയ്യിൽ കിടന്നിട്ട് നന്നായി വഴന്ന് വരുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയായിരിക്കും. അപ്പോൾ നന്നായിട്ട് നെയ്യിൽ കിടന്നൊന്ന് മൂത്ത് വരണം. നെയ്യൊക്കെ ഒന്ന് മുകളിൽ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ചപ്പോഴുള്ള കുറച്ച് വെള്ളം ഉണ്ടല്ലോ, ഞാൻ അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിന്. ആവശ്യത്തിന് ഉപ്പ് പോരാൻ തോന്നുവാണെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് ബാക്കി തിളച്ച് വരുമ്പം ചിക്കനും വെള്ളവും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ എല്ലാം കൂടെ നന്നായി മിക്സാക്കിയിട്ട് ഈ ഒരു മിക്സിൽ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് പിടിച്ച് നിൽക്കാനായിട്ടൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. ഇനിയിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അടച്ചു വെച്ചാൽ മതി. നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. കറി ഏകദേശം റെഡിയായി. പിന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ഓൾറെഡി വീഡിയോ പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലങ്ങനെ കാര്യമായിട്ടൊന്നും പറയാത്തത്, അളവും തൂക്കങ്ങളൊന്നും. അപ്പോൾ അതൊന്ന് ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ നന്നായിട്ട് ഇതാ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കരിവേപ്പില, മല്ലിയില, പുതിനയില ഒക്കെ ഒന്ന് വിതറി കൊടുത്തിട്ട് ഒന്ന് നന്നായി മിക്സാക്കി എടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചാൽ മതി, നമ്മുടെ കറി റെഡിയായി. അപ്പോൾ ഇനിയിപ്പം പൊറോട്ടയാണ് ആക്കേണ്ടത്. പൊറോട്ട ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 മണിക്കൂറായി കുഴച്ച് വെച്ചിട്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഉരുട്ടി ബോളാക്കി വെച്ചിട്ട്
കുറച്ച് സമയം അതൊരു കാമണിക്കൂർ അരമണിക്കൂർ എന്തായാലും ഉരുട്ടിയിട്ട് വെക്കണം. എന്നിട്ടേ അത് വീശി ചുരുട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ പൊറോട്ടൻ്റെ അതൊക്കെ ഞാൻ ഒരു 3 വീഡിയോസ് എങ്ങാനും ഞാൻ പോസ്റ്റ് ചെയ്തതിന് 2-3 ടൈപ്പിൽ പൊറോട്ട ഉണ്ടാക്കുന്നതും ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത്, അതായത് ഇതുവരെ പൊറോട്ട വീട്ടിൽ ഉണ്ടാക്കാത്ത ആൾക്കാരെന്ന ആഗ്രഹമുണ്ട് എനിക്ക് പൊറോട്ട ഉണ്ടാക്കണം എന്ന്. അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പോലും പല ട്രിക്സും ഞാൻ പൊറോട്ട ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി. എല്ലാം ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി പൊറോട്ട അവിടെ ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കുറച്ച് സമയം ഒന്ന് പഫാവാനായിട്ട് വെക്കണം, അല്ലാണ്ട് അത് സോഫ്റ്റായി കിട്ടൂല. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. ഞാനിപ്പം കടായിയാണ് എടുത്തത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. ഇനി വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് കരിയാപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു 5-6 എണ്ണം ഒരുമിച്ച് ഞാൻ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് പൊരിച്ചെടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. ഞാനിതിപ്പം ഹൈ ഫ്ലെയിമിലാണ് വെച്ചത്. കാരണം ഓൾറെഡി നമ്മുടെ ഈ ചിക്കൻ കുക്ക്ഡ് ആണല്ലോ, വെന്ത് വന്ന ചിക്കൻ ആണല്ലോ. ഇനി ഒന്ന് പൊരിഞ്ഞ് വരേണ്ട പണിയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കളറ് മാറും. ആ ഒരു ഗ്രീൻ കളറിന് ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒരു ബ്രൗണിഷ് കളറായി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. ഇതിപ്പോൾ ഞാൻ വേവിച്ച ചിക്കനാണ്, ഇങ്ങനെ ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള ചിക്കനാണ് ഇങ്ങനെ കാന്താരി ചിക്കൻ ആക്കുന്നത്. ഇതല്ലാണ്ട് നമുക്ക് പച്ച ചിക്കൻ, അതായത് വേവിക്കാത്ത ചിക്കൻ തന്നെ മസാലയിൽ മാരിനേറ്റ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. അന്നേരം കുക്ക് ചെയ്യുമ്പം ഫുൾ ഫ്ലെയിം വെച്ചിട്ട് പൊരിക്കരുത്, കുറച്ച് ഫ്ലെയിം കുറക്കണം. കാരണം ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടണ്ടേ. അപ്പം അങ്ങനെ പൊരിക്കുക. അങ്ങനെ ഞാനിതാ നന്നായി പൊരിച്ചെടുത്തിട്ട് ഇനി അടുത്ത സെറ്റും കൂടെ ഇട്ടിട്ട് അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മളെ ചിക്കൻ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല എന്തോ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാന്താരി ഒരുപാട് സ്പൈസി ആക്കിയിട്ടില്ല ഞാൻ, കാരണം കൂടുതൽ എരിവായാലോ എന്ന് വിചാരിച്ചിട്ട്. കുറച്ചും കൂടെ സ്പൈസ് വേണമെന്നുള്ള ആൾക്കാർക്ക് കാന്താരീൻ്റെ അളവ് അങ്ങ് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ചിക്കനൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം പൊറോട്ട ചുടണം. അപ്പോൾ പൊറോട്ടൻ്റെതും ഞാൻ പറഞ്ഞ പോലെ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തത്, അതുകൊണ്ട് ഇതിൽ ഞാനൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ നാസ്തക്കുള്ളതെല്ലാം റെഡിയായി. ഇനിയിപ്പോൾ ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാം. അപ്പം നല്ല ചൂട് പൊറോട്ട, അതിൻ്റെ കൂടെ നല്ല റോസ്റ്റഡ് ചിക്കൻ കറി, പിന്നെ നമ്മുടെ ഈ ഒരു കാന്താരി ചിക്കൻ. അപ്പോൾ എല്ലാം കൂടി ആയാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഡിന്നറായി. അങ്ങനെ നമ്മുടെ നാസ്തക്കുള്ളതെല്ലാം റെഡിയായി. നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ. പിന്നെ ഇത് ഞാനിപ്പോൾ ഒരു കറിക്കരിയുന്ന ആ ഒരു രീതിയിലാണ് വാങ്ങിയത്, ചെറിയ സൈസിൽ. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ അൽഫാം തന്തൂർ പോലെയുള്ള രീതിയിൽ കുറച്ച് വലിയ സൈസിലുള്ള ചിക്കൻ വാങ്ങിയിട്ട് അങ്ങനെയും ഈ മസാല ഇട്ട് പൊരിച്ചെടുക്കാം. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. പിന്നെന്താ പറയുക, അപ്പോൾ ഇനിയിപ്പം ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ക്രിസ്മസ് ആഘോഷിക്കുന്ന എല്ലാവരും എന്തായാലും നോൺ വെജ് അടിപൊളിയായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു രീതിയിലുള്ളതും കൂടെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം. അപ്പോൾ ഇനി പുതിയ റെസിപ്പീസായിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ, ടാറ്റ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.